നമുക്ക് ബിജെപിയോടും ആർഎസ്എസിനോടും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. And the BJP understands that the left front LDF can never challenge them at the national level. ബിജെപിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ദേശീയ തലത്തിൽ ഇവിടുത്തെ LDFന് അവരെ ഒരിക്കലും വെല്ലുവിളിക്കാൻ ഉള്ള ശക്തിയില്ല എന്നുള്ളതറിയാം. And they also know that if they are in power in Delhi, then any LDF government in Kerala is fully under their control. അതുമാത്രമല്ല, അവർക്കറിയാം അവർ ഡൽഹിയിൽ അവർ അധികാരത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ ഏതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഉണ്ടെങ്കിലും അവരുടെ അധികാരത്തിന്റെ കീഴിലാണ് എന്നവർക്കറിയാം. Many of you will say, what is the proof for this statement that I am making? പലരും ഒരുപക്ഷെ ചോദിച്ചേക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരു പറയുന്നതിലുള്ള തെളിവ് എന്താണ് എന്നുള്ളത്. How do we know that it is factually correct? അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഉന്നയിച്ചേക്കാം. Well, the first proof is that people who fight the BJP, who genuinely fight the BJP, get attacked by the BJP. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് എന്ന് പറയുന്നത് ബിജെപിയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ബിജെപിയോട് പോരാടുന്ന എല്ലാവർക്കെതിരെയും ബിജെപി വലിയ ആക്രമണം അടിച്ചുവിടും. They get threatened by the BJP. അവർ ബിജെപിയിൽ നിന്ന് അവർക്ക് നിരന്തരമായ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട്. I myself have been attacked. I have 36 cases on me. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ട്. എന്നെ തന്നെ ബിജെപി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I've been interrogated for 55 hours non-stop. ഞാൻ 55 മണിക്കൂർ ഇടതടവില്ലാതെ നിരന്തരമായി എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. So the first proof is that there is no attack on the chief minister of Kerala by the BJP. അതുകൊണ്ട് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബിജെപിയുടെ ഒരു ആക്രമണവും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Everybody knows that the LDF leadership is corrupt. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ LDFന്റെ നേതൃത്വം അവർ കീഴടങ്ങിയിരിക്കുകയാണ്. There are cases ongoing, but there is no pressure on them from the BJP. There is no interrogation. There are no threats from the BJP on them. അവരുടെ നേരെ അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ അവരെ സംബന്ധിച്ചോളം യാതൊരു ഭീഷണിയും ബിജെപിയുടെ നേരിൽ നിന്ന് അവർക്കൊരു ഭീഷണിയും നേരിടുന്നില്ല. And the second reason is the Prime Minister came here yesterday to Kerala. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. Wherever he goes, he talks about temples and religion. അദ്ദേഹം എവിടെയെല്ലാം പോയാലും അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. In every speech he is talking about temple and religion. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് അമ്പലങ്ങളെക്കുറിച്ചും അവിടുത്തെ മതത്തെക്കുറിച്ചുമാണ്. But somehow he has forgotten about what